ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ റെസിപ്പി കൈപ്പയ്ക്ക കൊണ്ടാണ് കേട്ടോ. ഈ കൈപ്പയ്ക്കയ്ക്ക് കയ്പ്പാണല്ലോ അല്ലേ രുചി. എന്നാൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കൈപ്പയ്ക്കയ്ക്ക് കയ്പ്പില്ലാത്ത രീതിയിൽ എങ്ങനെയാണ് തോരൻ ഉണ്ടാക്കണമെന്നാണ് കേട്ടോ. അതിന് വേണ്ടി ഞാനിവിടെ ഒരു 3 കൈപ്പയ്ക്കയോളം ഞാൻ എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ വൃത്തിയാക്കി കഴുകിയതിന് ശേഷം അതിനെ 4 ഭാഗങ്ങളാക്കി മുറിച്ച് ഉള്ളിലെ വേസ്റ്റൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷവും ഞാൻ ഒന്നും കൂടെ കഴുകി എടുത്തിട്ടുണ്ട്. പിന്നീടാണ് നൈസായിട്ട് നല്ല വളരെ ചെറിയ രീതിയിലാക്കി നൈസ് പേപ്പറുടെ അത്രയ്ക്കും നൈസാക്കിയിട്ടാണ് ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ അരിഞ്ഞെടുക്കാനൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നല്ല പോലെ തന്നെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ അരിഞ്ഞെടുത്ത ശേഷവും ഞാൻ ഒരു വെള്ളത്തിലിട്ട് നല്ല പോലെ ഒന്ന് വൃത്തിയാക്കി കഴുകിയിട്ടുണ്ട്. അത് നല്ല പോലെ ഒന്ന് വാരിയെടുത്തിട്ട് മാറ്റിയും ഒരു കിണ്ണത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തായി ഞാനൊരു കടായി അടുപ്പിലോട്ട് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 1 സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് വറവ് വന്നതിന് ശേഷം കറിവേപ്പില ഇട്ട് നല്ല പോലെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 വെളുത്തുള്ളിയോളം എടുത്തിട്ട് നീളത്തിൽ അരിഞ്ഞു കൊടുത്ത് അതും ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് സവാളയാണ് കേട്ടോ. സവാള ഞാൻ ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. അതും നൈസായിട്ടൊന്ന് അരിഞ്ഞു കൊടുത്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സവാള ഒന്ന് വഴണ്ട് കിട്ടാനുള്ള ഉപ്പ് മാത്രമാണ് കേട്ടോ ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നല്ല പോലെ ഒന്ന് സവാള വഴണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ സവാളയ്ക്കൊപ്പം തന്നെ ഞാൻ 2 പച്ചമുളകും നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം നല്ലപോലെ വഴണ്ടി വന്നതിന് ശേഷം നമ്മുടെ വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുള്ള കൈപ്പയ്ക്കയും ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് വേവിച്ച് കൊടുക്കുക. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു അടപ്പിട്ടിട്ട് വേവിച്ച് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഓരോ മിനിറ്റ് കൂടുന്തോറും നമ്മൾ ഇത് തുറന്ന് വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ. ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അതൊന്ന് വെന്ത് കിട്ടും. ഞാനിതിൽ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. നിങ്ങളും വെള്ളം ചേർക്കാതെ തന്നെ ചെയ്യാനിത് ശ്രദ്ധിക്കണം. അതിന് ശേഷം നല്ലപോലെ വെന്തതിന് ശേഷം മാത്രം മുളക് പൊടി ലേശം ഇട്ട് കൊടുക്കുക. മുളക് പൊടി ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് ആ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ജീരകം ഒന്ന് പൊടിച്ചത് ചേർത്ത് കൊടുത്ത് തുറന്ന് വെച്ച് തന്നെ ഇനി വേവിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് തുറന്ന് വെച്ച് തന്നെ ഞാനൊന്ന് വേവിച്ച് കൊടുക്കുകയാണ്. നല്ലപോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. അവസാനം കുറച്ച് തേങ്ങ ചിരകിയതും ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുത്താൽ നമ്മുടെ കൈപ്പയ്ക്ക റെഡി ആയിട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കുട്ടികൾക്ക് വരെ ഇത് വളരെ ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ.